ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. മാങ്കുളം CSI സഭ ഈ നോമ്പ് നാളുകളിൽ ലണ്ടൻ മെഡിറ്റേഷൻ എന്ന പേരിൽ ആധുനിക മാധ്യമങ്ങളിലൂടെ നടത്തപ്പെടുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നെടിവിള CSI സഭയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ലോകരക്ഷകനായ യേശു കർത്താവ് മാനവരാശിയെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുകയും 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷം കൊണ്ട് തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. ലോകജനതയുടെ പാപഭാരത്തെ ചുമലിലേറ്റിക്കൊണ്ട് അരുമനാഥൻ കാൽവരി ക്രൂശിൽ അനുഭവിച്ചതായിട്ടുള്ള വേദനകളെ അനുസ്മരിക്കുകയും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ മഹൽ ദിനങ്ങളെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ ക്രിസ്തുവിനോട് അടുത്തു വരുന്ന നാളുകളാണല്ലോ ഇത്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തുകയും ആ ദൈവ തേജസ് മടക്കി മനുഷ്യന് നൽകുവാൻ തക്കവണ്ണം പ്രപഞ്ച സൃഷ്ടാവ് സ്വർഗത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഇറങ്ങി വന്നതാണല്ലോ ഈ നാളുകളുടെ സവിശേഷത. ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള മനുഷ്യൻ വീണ്ടും ദൈവത്തിലേക്ക് അടുത്തു വരുന്ന, ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന, ഇഴുകിച്ചേരുന്ന ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് ഒരാത്മപരിശോധന അനിവാര്യമായിരിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഏദൻ തോട്ടത്തെ സംരക്ഷിക്കുവാനും അതിൽ വേല ചെയ്യുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചാക്കിയ ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു, തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. അതാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത്. ഇവിടെ ഒരിക്കലും ഈ ഫലത്തിനുള്ളിലോ ആ മരത്തിലോ പാപം ഒളിഞ്ഞിരുന്നതല്ല. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു, അതാണ് പാപം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുസരണക്കേടാണ് പാപം. ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ്. നാം തിരുവചനത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ച ധാരാളം ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവകൽപ്പനകളെ നിഷേധിച്ച് ജീവിച്ച ആളുകളെയും കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ദൈവകൽപ്പന അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ച ദാവീദിൻ്റെ ജീവിതത്തിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അനുസരണക്കേടിലൂടെ പാപത്തിലേക്ക് കടന്നതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് ഊരിയാവിനെ കൊല്ലുകയും അത് മറച്ചുവെക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം തമ്പുരാൻ അത് തിരിച്ചറിഞ്ഞ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ ഒരു ഉപമയിലൂടെ അത് തന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ പാപത്തെ സമ്മതിച്ച് അത് തിരുത്തുവാനായിട്ട് ഉള്ള മനസ്സ് ദാവീദിനുണ്ടായി. നമ്മുടെ ജീവിതത്തിലും പാപം ചെയ്ത് പാപത്തെ മൂടിവെക്കുകയല്ല, അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പ് നാളുകളിൽ അത്തരത്തിലുള്ള ഒരു തിരുത്തപ്പെടലിൻ്റെ അനുഭവമായിട്ട് മാറിയാൽ നമ്മുടെ ജീവിതങ്ങൾ അർത്ഥവത്തായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതയാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ തിരുത്തി ദൈവവുമായിട്ട് അടുത്തു വന്ന് ഇഴുകിച്ചേർന്ന് ദൈവവുമായിട്ട് ചേർന്നുള്ള യാത്രയുടെ അനുഭവങ്ങളായി ഈ നോമ്പ് നാളുകൾ മാറ്റപ്പെട്ടാൽ അത് നമുക്ക് അനുഗ്രഹമായി മാറും. നാം സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ
മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷവാതക്കാരനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചുമന്നു കൊണ്ടുവരുന്നുണ്ട്. ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കുകയും യേശു അവന് രോഗസൗഖ്യം കൊടുത്തതായിട്ടല്ല പറയുന്നത്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആ മനുഷ്യന് ദൈവപുത്രൻ മോചനം നൽകുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു. തൻ്റെ ജീവൻ നമുക്ക് മറുവിലയായി നൽകി. ആ ക്രൂശിലെ മകൾ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെ അടുപ്പിച്ചു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മെ അടുത്തു കൊണ്ടുവരുന്ന അനുഭവങ്ങളായി ഈ നോമ്പ് നാളുകൾ മാറട്ടെ. യേശുവിൻ്റെ രക്തത്താൽ പാപമോചനമുണ്ട് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, പാപങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് ദൈവപുത്രന് അധികാരമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഈ നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ദാവീദിനെ പോലെ തെറ്റുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മറ്റ് ഏതെങ്കിലും വിധത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ അനുഭവത്തിൽ നിന്നൊക്കെയും ദൈവസന്നിധിയിൽ താണിരുന്ന് മാപ്പപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ ഉള്ള പാപമോചനം പ്രാപിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് പൂർണ്ണമായ വിമോചനം നേടിയവരായി ജയജീവിതം നയിക്കുവാൻ ഈ നാളുകളിൽ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.